നമുക്ക് എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? വെടിവെച്ചു അതുമല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞേക്കണം. ഒരാളെ കൊന്നു ശിക്ഷിക്കുന്നതുകൊണ്ട് അയാൾക്ക് ഈ സമൂഹത്തിന് ശരിക്കും എന്താ പ്രയോജനമാണുള്ളത്? പ്രാകൃതമായിട്ടുള്ള രീതി അത് മാറ്റണം. പ്രാകൃതമായ ഒരുതരം മാനസിക ഭേദമാക്കാൻ പറ്റാത്തത്. ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അത് വധശിക്ഷ തന്നെയാണ് അല്ലെ? എപ്പോഴും ഒരു കാര്യമാണ്, ഒരു വ്യക്തി പ്രാകൃതമായി ചിന്തിക്കുന്നു എന്ന് വെച്ച് ഈ സമൂഹം മുഴുവൻ അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടോ? ഉണ്ടോ? ഈ വ്യക്തി എന്ന് പറയുന്നപ്പോൾ ഈ സമൂഹത്തിന്റെ ഭാഗമല്ലേ? അതെ, ഈ പറഞ്ഞ പ്രാകൃതമായ ശിക്ഷാരീതി നല്ല വേണ്ടി വരും. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഗുണനിലവാരം എപ്പോഴും വളർത്തുന്നത് ഈ ഇസ്തിരിയിട്ട ജീവിതം നയിക്കുന്ന കുലീന വ്യക്തികളുടെ ഈ അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ്. അവിടുത്തെ കുറ്റവാളികൾ അവിടെയുള്ള തടവുകാരുടെയൊക്കെ അവകാശങ്ങളെ ആ ഗവൺമെന്റ് എത്ര കണ്ട് മാനിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ സമൂഹം എന്താ ഇവന്മാരെയൊക്കെ തീറ്റിപ്പോറ്റണമെന്നാണോ പറയുന്നത്? സമൂഹത്തിന് എന്താ അതാണ് ജോലി. കുറ്റകൃത്യത്തിന് കുറ്റവാളിക്കല്ല, കുറ്റത്തിനും തെളിവിനുമാണ് പ്രാധാന്യം എന്നൊരു സുപ്രീം കോടതി വിധിയുണ്ട്. അത് മിസ്റ്റർ എന്തൊക്കെ മാറുന്നു. ആൽബാക്കമുടെ പ്രശസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഒരു വ്യക്തി കുറ്റകൃത്യത്തിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ആ സമൂഹം അത്രമേൽ നന്മ നിറഞ്ഞതായിരിക്കണോ? ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പുറത്ത് ഫ്രാൻസ് അടക്കമുള്ള 130ഓളം രാജ്യങ്ങളാണ് ഈ വധശിക്ഷ അവസാനിപ്പിച്ചത്. നമ്മുടേത് ഗാന്ധിയുടെ ബുദ്ധിന്റെയൊക്കെ നാടൻ ബാങ്ക്. എന്നിട്ടും ഇത് അവസാനിപ്പിച്ച് ജീവപര്യന്തമാണ് പരോൾ പോലും അനുവദിക്കുന്നത്. എന്താ ഈ കുറ്റവാളികളുടെ നന്മയാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ അയാളെ പിടിച്ച് ജീവിതകാലം മുഴുവൻ ജയിലിനകത്ത് ആവശ്യം എന്താ? ടൈം, മണി, മണി, ടൈം, അട്ടിവരും. ഞാനൊരു കാര്യം ചോദിച്ചു, ഇയാൾ ജയിലിൽ നിന്നും എപ്പോഴെങ്കിലും ജീവിതം ആസ്വദിക്കുന്നു? അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസാണ്. വൃത്തയെ കഴുത്ത് ഞെരിച്ച് കൊന്ന പ്രതിക്ക് ജീവപര്യന്തം. ഇയാൾക്ക് എത്ര വയസ്സ് കാണും? 48. ഇയാൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ 62, 64. പിന്നെ ഇയാൾ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? He should be killed. ബാങ്കർ ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ആസ്വദിക്കുന്നുണ്ട്. അതിപ്പോ തെരുവിലാണെങ്കിലും വീടിനുള്ളിലാണെങ്കിലും മുറിക്കുള്ളിലാണെങ്കിലും ജയിലിനുള്ളിലാണെങ്കിലും ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ആസ്വദിക്കും. ഇതെങ്ങനെ ജീവിക്കുന്നു എന്നാണ് ഇവിടെ പ്രധാനം. ഈ വധശിക്ഷ എന്ന് പറയുന്നത് പെട്ടെന്നാണ് ഇല്ലാതാക്കുന്നത്. പക്ഷെ ജീവപര്യന്തം എന്താണ് അവൻ ഇൻഡിറ്റായിട്ടായിരിക്കും നശിപ്പിക്കുന്നത്. താങ്കളുടെ കയ്യിൽ ധാരാളം പണമുള്ളതുകൊണ്ട് പറയുന്നതെല്ലാം സത്യമാവണമെന്നൊന്നുമില്ല. പോലീസാണ് പറയുന്നത്. കാമുകിയുടെ ചുംബനത്തിനും മനോഹരമായ കാഴ്ചകൾക്കും രുചികരമായ ഭക്ഷണത്തിനപ്പുറം ഒരു ജീവിത തലമുണ്ട്. സ്വാതന്ത്ര്യമുണ്ടോ? ആ സ്വാതന്ത്ര്യമുണ്ട്. സ്വതന്ത്രനായ മനുഷ്യൻ ഏത് സാഹചര്യത്തിലും സ്വതന്ത്രനായിരുന്നു. അതിപ്പോ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അത് മനസ്സിലാവും. ഈ അത്ഭുത സാഹചര്യം ഇത്ര കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. വെറും 5 വർഷം അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു. പിന്നെന്താ എടോ, ഈ വാചകം വഴി പ്രവൃത്തി ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ പോലെ ആൾക്കൂട്ടത്തിന് മുമ്പിൽ വീമ്പ് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വയറിനടച്ച ആഹാരം കഴിച്ച് പിത്തം ബാധിച്ച നിങ്ങളുടെ ജീവിത വിഷമമൊന്നുമല്ല എന്റെ ജീവിത വിഷമം. ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത വിഷമം. അത് വ്യത്യാസമുണ്ട്. വിട്ടു
അടച്ചിട്ട മുറി 5 വർഷം ഒറ്റയ്ക്ക് കിടന്നാൽ നിങ്ങൾക്ക് ഞാൻ 5 കോടി തരാം. 5 crore. അഞ്ചല്ല, ഞാൻ 15 വർഷം ഞാൻ കിടക്കാൻ തയ്യാറാണ്. ഈ 15 വർഷം കഴിയുമ്പോഴത്തേന് ഈ ബാങ്കുകളുടെ കയ്യിൽ ഈ പറഞ്ഞ 5 കോടി രൂപ ഉണ്ടാവുന്നത് ആർക്കറിയാം? എന്റെ സമ്പത്ത് ഞാൻ ഇതുവരെയ്ക്ക് എണ്ണി നോക്കിയിട്ടുണ്ട്. എന്റെ ഫാക്ടറികൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ, വസ്തുക്കൾ, ഇതിന്റെ ഒന്നും മൂല്യം നിങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല. ഞാൻ ഇതൊന്നും നിങ്ങൾ ഒറ്റക്കുണ്ടാക്കിയൊന്നുമല്ല, പുറത്തൊക്കെ എന്റെ പൂർവികരുണ്ടാക്കി നോക്കില്ല. ഈ പണത്തിന്റെ ഒരു കുഴപ്പമുണ്ട്, അത് സ്വന്തം വഴിയെ ഇറങ്ങിയെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മാറാതെ വെറ്റിലേക്ക് തിരിച്ചു പോകാം. 5 അല്ല 8 കോടി തരാം. 8 crore. I challenge you. Yes! 8 crore. 15 years. ഞാൻ തയ്യാറാണ്. ഈ 8 കോടി എന്ന് പറയുന്നത് എനിക്ക് വളരെ നിസ്സാരപ്പെട്ട തുകയാണ്. നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവിതമായി. എന്റെ ജീവിതത്തെ കുറിച്ച് ബാങ്ക് ഒരുപാട് ആലോചിക്കുന്നു. 15 years. 5 പോലെ 5 years. ഞാൻ പുറകോട്ടില്ല. 15 വർഷങ്ങൾ ഞാൻ എന്റെ സ്വാതന്ത്ര്യം പ്രണയിപ്പിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികൾ വെച്ചു. സുന്ദരിയായ യുവതിയുടെ കുടുംബത്തൊപ്പം രുചികരമായ ഭക്ഷണത്തിന്റെ ചേരുവയും മിക്കതിലും ഞാൻ വിജയിച്ചു. പക്ഷെ ഇത്തരം ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ പന്തയം. I am thrilled. ഈ പെട്ടിനാകുമ്പോ ചില വ്യവസ്ഥകളുണ്ട്. Yes, വ്യവസ്ഥ. എന്റെ വീടിനോട് ചേർത്ത് അതിഥികൾക്കായുള്ള ഗസ്റ്റ് ഹൗസ്, അതിലൊന്നായിരിക്കും നിങ്ങളുടെ തടവ. ഈ പറയുന്ന 15 കൊല്ലം ആരെയും കാണുവാനോ സംസാരിക്കുവാനോ പാടില്ല. കത്തുകളോ ന്യൂസ് പേപ്പറോ മൊബൈലോ ഉപയോഗിക്കാൻ പാടില്ല. നോ, നെവർ. ഒന്നും പാടില്ല. നോ. യെസ്, യെസ്, യു ആർ റൈറ്റ്. ഈ ഇന്റർനെറ്റ് മൊബൈൽ ഒന്നും ഇല്ലാതെ ഇയാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. പുസ്തകം അതെനിക്ക് വേണം. പുസ്തകം ഞാൻ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ എവിടെ നിന്നാണെങ്കിലും എനിക്ക് അത് അവിടെ എത്തിച്ചേരണം. അതിന് ചെലവാകുന്ന എത്രയാണെന്നുണ്ടെങ്കിൽ എന്റെ 8 കോടിയിൽ നിന്നും നോക്കാം. You are my best listener. നിങ്ങൾക്ക് അതിനകത്ത് എഴുതുകയോ വായിക്കുകയോ എന്ത് വേണമെങ്കിലും ആവും. ആവശ്യത്തിന് മാറ്റുകയോ ഷുഗർ പിന്നെ മറ്റെന്തെങ്കിലും ആവശ്യം. സജഷൻ. അപ്പോൾ ഇന്നു മുതൽ 15 വർഷങ്ങൾ സമയമെത്തുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് 8 കോടി. 8 crore. 15 years. ഒരുപാട് വ്യത്യാസമുണ്ട്. ഇയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ നാളെ നിങ്ങൾ എന്നെ കുറ്റപ്പെട്ടു. അപ്പോൾ ഇന്നു മുതൽ 15 വർഷം തികയുന്ന ദിവസം he will meet here again. Let us begin. 15 years of solitude. എനിക്ക് ആകാശത്തിൽ ഒരു കിളിർ കാണണം. ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്കത് കാണണം. നിനക്ക് വേണ്ടി ഞാൻ ആ മുറിയിൽ ഒരു ജനാലപ്പെടും. അതിലൂടെ ആയിരിക്കും നിനക്കുള്ള ആഹാരവും വസ്ത്രവും ശുദ്ധവും ഒക്കെ.
കാലുകളുടെ സഞ്ചാരം നിലയ്ക്കുന്നത് മനുഷ്യൻ മനസ്സിന്റെ സഞ്ചാരം ആരംഭിക്കും. എനിക്ക് സഞ്ചരിക്കാൻ ദൂരം
പ്രേതകഥകൾ, പ്രേമകഥകൾ, തമാശക്കഥകൾ. വിസ്കിയും പുകയില്ലാതെ ഇതിനെന്താണ് എന്ത് ചെയ്യാൻ പോവാ വീട്ടിൽ? Hi. Yes. Only it's a short period, man. It's a short period. But the internet mobile only does. Years later, strange. Very, very strange. Noka. You better you know. Don't lie. Wait. I will show you something. ചിലർക്ക് മാത്രം ബുദ്ധിമുട്ടാണ്. പൂക്കൾക്കിടയിൽ ഉള്ളുകൾ കാണാൻ കഴിയും.
ഒരേ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ നിറവും മണവും രുചിയും ഉണ്ടാകുന്നത്? ചിലതിന് പുളിരസം, ചിലതിന് മധുരം, ചിലതിന് ഭയങ്കര കയ്പ്. ഈ പൂവിന് ഇല്ലാത്ത സുഗന്ധം, മണം. വായിച്ചു വട്ടായോ? ഹലോ, Yes. കൊടുത്തതൊക്കെ ഇയാൾ വായിച്ചു. മഞ്ഞു മൂടിയ പുസ്തകം. ഈ മഞ്ഞെല്ലായിടത്തും ഒരുപോലെ, ചിലയിടത്ത് പാറ പോലെ, ചിലയിടത്ത് കണ്ണാടി പോലെ. മഞ്ഞണിഞ്ഞ പർവ്വത ശൃംഗങ്ങളിലൂടെ, താഴ്വരകളിലൂടെ ഞാൻ നടന്ന് തണുത്തുറഞ്ഞു. മഞ്ഞണിഞ്ഞ ആ മരത്തിൽ നിന്നും, സൈബീരിയയിലെ ആ മഞ്ഞണിഞ്ഞ മരത്തിൽ നിന്നും ഞാനൊരു അപൂർവ പുഷ്പം കണ്ടു. അതിന് മനുഷ്യന്റെ ഗന്ധമുണ്ടായി. ഇത് ക്രിമിനൽ കുറ്റമാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തനെ കൊണ്ടൊന്ന് കൂട്ടി. അവനാണെങ്കിൽ 8 മണിക്ക് വേണ്ടി
ഇനിയുണ്ട്. കൊണ്ടുവരും. എല്ലാം കൂടി ഒത്ത് കൊണ്ടുവരാൻ ഓർമ്മ വിളിക്കേണ്ടി വരും. അത് വായിച്ചു തുടങ്ങി. ഇവരാണെങ്കിൽ വായിച്ച് നശിക്കും. നമ്മളൊക്കെ ഇതൊക്കെ കണ്ട് ചർച്ച ചെയ്യും. മണലാരണ്യത്തിലെ പൊടിക്കാറ്റിലൂടെ ഞാൻ നടന്നു. പൊടിമണ്ണടിയാതിരിക്കുവാൻ ഞാൻ എന്റെ കാതുകളെ ഭദ്രമാക്കി. പകലത്തെ കഠിനമായ ചൂടും രാത്രിയിലെ അതിശൈത്യവും ഞാൻ അനുഭവിച്ചു. വിശാഖാലം മണലാടിയിൽ നിറയുന്ന പൂവിലാവും ഞാൻ മലർന്നു കിടന്നു പാനം ചെയ്തു. മണൽപ്പാമ്പുകൾ എന്റെ നഗ്നമായ മേനിയിലൂടെ ആദ്യം പറ്റുപിടിച്ചത് ഞാൻ 5 വർഷം 1 വർഷം 8 കോടി നഷ്ടപ്പെട്ടു. മനുഷ്യനാണ് എന്റെ ധാരണകൾ കംപ്ലീറ്റ് മാറ്റി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വിലയിട്ടാണ്. സ്വന്തം ബുദ്ധിയിലും കഴിവിലും നീ ഒരുപാട് അങ്ങ് അലങ്കരിച്ചു പോയി. ജീവിതം ഒരു മധുശലഭത്തെ പോലെ ആസ്വദിക്കേണ്ടുന്ന കാലത്ത് 4 ചുവരുകളുടെ ബന്ധനം സ്വയം ഭരിച്ച്
അറിയാത്ത വഴികളിലൂടെ യാത്ര ചെയ്തു. ഗംഗയുടെ തീരത്തുകൂടി സഞ്ചരിച്ച് ഭാരതമെന്ന വിസ്മയം കണ്ടു. വോൾഗയുടെ തീരത്തുകൂടി യാത്ര ചെയ്ത് ഹിമക്കരടിയെ പോലെ ശക്തനായ റഷ്യയെ കണ്ടു. തെംസിലൂടെ ഒഴുകി നടന്ന് ബ്രിട്ടന്റെ പ്രൗഢി കണ്ടു. ആമസോണിലൂടെ സാഹസിക യാത്ര നടത്തി ലാറ്റിനമേരിക്കയിലെ മാന്ത്രിക സത്യങ്ങൾ. നൈലിലൂടെ യാനപാത്രത്തിലേറി ഈജിപ്തിന്റെ പൗരാണികത കണ്ടു. യൂഫ്രട്ടീസിലൂടെ മെസൊപ്പൊട്ടേമിയ കണ്ടു. അതൊന്നും കണ്ടില്ല. അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ ഇവൻ കല്യാണം കരഞ്ഞിട്ടെന്ത് കാര്യം? ഹലോ, ഞാൻ അതിനോട് യോജിക്കുക. ആൾക്കൂട്ടത്തിൽ നടുവിലും ഏകാന്തരായിരിക്കുന്നവരെ ഞാൻ കാത്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അയാൾക്ക് ഏകാന്തരല്ലാതിരിക്കാൻ കഴിയും. അയാൾക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും. ഒറ്റ കൊടുക്കപ്പെട്ട കോഴിക്ക. ഒരു വരൂ, നമുക്ക്
വാ വാ വാ. രുചികരമായ ഭക്ഷണത്തെ മഹത്തരമായിട്ട് മാറ്റാവുന്നത് അല്ലേ? ഈ രുചി ആവേശിക എനിക്കിതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ കൊള്ളാം. ഇതില് ഉപ്പ് പാകമാണ്. എനിക്കിത് കുറച്ച് ഉപ്പ് കൂടി വേണം. എന്താ ഇതിൽ ഉപ്പ് പാകമാണ്? എടോ എടോ, തനിക്കെന്തോ രോഗമുള്ളത് കൊണ്ടാണ്. രോഗത്തിന്റെ പ്രസക്തം പട്ടി പന്നി ആന തലയാ. ഭ്രാന്തനാക്കി ലോകം എന്നെ പരിഹസിക്കുന്നു. ഏറ്റവും സാധിപ്പിച്ചാൽ വെച്ചുവെക്കുന്നത് ജയിക്കാനാണ്. അതിനുശേഷമാണെങ്കിൽ എന്റെ ചെലവിൽ ചികിത്സിപ്പിക്കാം. ഞാൻ ചാവുന്നതിന് മുമ്പ് ഇദ്ദേഹം ഒന്ന് പുറത്തിറങ്ങുന്നതാണ്. ഇപ്പൊ എനിക്ക് യാതൊരു വല്ലാത്ത വാത്സല്യം തോന്നുന്നു. അർത്ഥശാസ്ത്രം, തത്വശാസ്ത്രം, ചാറ്റിങ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ വായിച്ച് വലിയ ആളാണ്. ലോകത്തിൽ ഏറ്റവും അറിയില്ല. ഒരുത്തന് പണമില്ല, ഒരുത്തന് ബുദ്ധിയില്ല, വിവരമില്ല. ഇതിപ്പം തന്നെ
എന്റെ ആകാശം ഇപ്പോഴും ഇവിടെ തന്നെ ഞാൻ പിച്ചവെച്ച് നടന്ന കാലം മുതൽ കണ്ട അതേ ആകാശം. കൗമാരത്തിൽ ഞാൻ നോക്കിയിരുന്നു അതേ ആകാശം. ഹേ ആകാശമേ, ഞാൻ നിന്നിൽ നിറയുന്നത് ഞാൻ അറിയുന്നു. നീ എന്നിലും േക്കാൾ പ്രയാസം ഞാൻ പറയുന്നത് കണ്ടെത്താൻ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ പ്രസാദകരോട് അന്വേഷിക്കേണ്ടത് 40 ഇവയിലൊരു തെറ്റുപോലും കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല. തൊടിയിൽ വന്ന് നിങ്ങൾ 6 വെടിവെച്ചു. വെടിശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്റെ ശ്രമം അത്രയും പാഴായില്ലെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞു പോയ കാലത്തിലെ പ്രതിഭാശാലികൾ എവിടെ ഏതൊക്കെ ദേശങ്ങളിൽ ജീവിച്ചിരുന്നവരായാലും അവരിൽ എരിയുന്ന നാളം ഒന്നു മാത്രമായിരുന്നു. അവർ ഉപയോഗിച്ച ഭാഷകൾ വ്യത്യസ്തങ്ങളായിരുന്നു. എന്തലൗകികമായ ആഹ്ലാദമാണ് എന്റെ ആത്മാവിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന തിരിച്ചറിയാൻ സാധിച്ചത്.
അലൗകികമായ ആഹാരം ഇതിന് ഏതായാലും എന്റെ ചെലവിൽ അവൻ 6 ഭാഷകൾ കാളിദാസൻ ഷേക്സ്പിയർ ഹോമർ വാൽമീകിയും സോഫോക്ലിസും ായും ഇബ്സനും ഷെല്ലിയും ധ്യാനനിരതരായി നക്ഷത്രങ്ങൾ ചേർത്തുണ്ടാക്കിയ അക്ഷരങ്ങൾക്കായി നോക്കി നിന്നിട്ടുണ്ടാവുക ഇതേ ആകാശത്തേക്ക് തന്നെ അറിവിന്റെ വസ്ത്രം ധരിച്ച ആർക്കമിനീസ് സാക്ഷിയായിട്ടുണ്ടാവുക ഇതേ ആകാശത്തേക്ക് തന്നെ ധ്യാനകാലം നൽകിയ വനവൃക്ഷത്തിനു മേലെ വളർന്ന ഗൗതമൻ സ്വയം ആകാശമായി മാറിയതും മുഹമ്മദ് ക്ഷമയുടെ വിത്തുകൾ എടുത്തതും ഈ ആകാശത്തിന്റെ നീലക്കടലിലായിരുന്നു. ക്രൂശിതനായ യേശു തലയുയർത്തി നോക്കി നെടുവേർപ്പെട്ടതും ഇതേ ആകാശത്തേക്ക് തന്നെ. ആകാശമേ നിന്റെ ആകാശമേ നിന്റെ അപാരതയിൽ നിന്നും ഒരു തുണ്ട് മാത്രമാണ് ഞാൻ അനുഭവിച്ചത്.
എണ്ണി ഒരാളോട് ഒരു കാരണം രക്ഷപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്റെ ഓർമ്മയിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഏറെ നാളുകൾക്ക് ശേഷം എത്തുന്ന ഒരു അതിഥിയെ ഭൂതകാലത്തിൽ നിന്നും ഒരു പെണ്ണിന്റെ മുഖം എന്റെ ദൈവമേ, എന്നെ കെട്ടിയോ ചത്തട്ട് 5-6 കൊല്ലമായി എന്ന് പറഞ്ഞ് ഞാൻ ആരുടെ നോക്കിക്കൂടെ ഒന്നും തോന്നില്ല. എന്നാലും ഇന്ദ്രിയങ്ങളിൽ കാതിലും മൂക്കിലും കാൽപ്പനികളുടെ അതിലേറെ കാപ്പലിലോ മൂക്കാം കാട്ടി ഒതുക്കിയെത്തുന്ന കാട്ടത്തിൽ ഓർമ്മയിൽ നിന്നും വിട്ടുമാറാൻ പിടിക്കുന്നു ഗുണപ്പാലിന്റെ ഗുണം നയിപ്പിടിക്കുന്നു ഇറച്ചു ഗുണം ചുനതറപ്പിക്കുന്ന മാത്രവാക്കുകൾ വെട്ടിപ്പൊടി കയ്യിലെ ചേറിന്റെ മുതുമഴയിൽ നനഞ്ഞ് മണ്ണിന്റെ മണം സുരതം കഴിഞ്ഞു മയങ്ങുന്ന പെണ്ണിന്റെ വിയം നിന്റെ മണം
കോണമുള്ള താത്തയ്ക്ക് പറഞ്ഞില്ല അതുകൊണ്ട് തലമുറകളായിട്ട് ഇത് തന്നെ വേണം. അവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, ഇവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് അങ്ങോട്ട് വയ്ക്കുക. ഇവിടെ ഒരാൾ 10 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നു. ഒരു കോടതി ശിക്ഷിച്ചല്ല. എന്റെ അപ്പന്റെ വലിയൊരു ആഗ്രഹമാണ് ഇയാളൊന്ന് പുറത്തിറങ്ങി കാണണം. അതുകൊണ്ടാണ് ഞാനില്ല. എന്താ ഇവിടെ വന്നത്? പോയില്ല. ഇവിടെ ഉണ്ട്. പോയി. ഉറക്കമോ ഒടുക്കമോ, മുക്തിയോ പലായനമോ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഭൂമിയും ഭൂമരഹിതവും ശൂന്യവും ആയിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചു. വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാവണം. എന്റെ പ്രിയൻ, നീ അതീവ സുന്ദരിയും. മൂടുപടത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾ ഇലയാസ്മലഞ്ചരിയിൽ നിന്നും ഇറങ്ങി വരുന്ന പോരാട്ടൻ പട്ടത്തെ പോലെയാണ് നിന്റെ കേശഭാരം. രോമം കത്തിച്ചു കുളി കഴിഞ്ഞു വരുന്ന ആട്ടിൻ പട്ടത്തെ പോലെ വെണ്ണ നിറഞ്ഞതാണ് നിന്റെ ചന്തമില്ല. മൂടുമരത്തിനുള്ളിൽ നിന്റെ കവിത്തം മാതളപ്പഴ പകുതി പോലെയാണ്.
ഞാൻ ചെറുപ്പത്തെ ഓർക്കുന്നു. ഞാൻ നന്നായി ചിരിക്കാനറിയാവുന്ന യുവാവാണ്. കാലം ചെല്ലുന്നു കൂടുതൽ മധുരമാണ്. ബൈബിൾ അതൊരു ചെറിയ പുസ്തകമാണ്. ഇയാൾക്ക് എന്തിനാണ് ഇപ്പോൾ നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകാതിരിക്കും. നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെട്ടു. ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശം മാത്രം. സമയം, നേരം, സമയം, എല്ലാത്തിനും ഒരു കാലം. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, ചിരിക്കാനൊരു കാലം, വിലപിക്കാനൊരു കാലം, തകർക്കാനൊരു കാലം, പണി ഉയർത്താനൊരു കാലം. കാലം ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് ഈ വീടിന്റെ മോന്തായത്തിന് മുകളിലൂടെ എത്ര കാറ്റും മഴയും വെയിലുമാണ് കടന്നുപോയിട്ടുള്ളത്. വൃക്ഷത്തിന് പ്രത്യാശയാണ്. അത് മുറിച്ചാൽ വീണ്ടും തളരും. വേരുകൾ പഴകിപ്പോയാലും വെള്ളത്തിന്റെ ഗുണമേന്മയിൽ അത് വീണ്ടും തളരും. എന്നാൽ മനുഷ്യൻ മരിക്കുന്നു, അവനെ മണ്ണിൽ സംസ്കരിക്കും.
എന്താണ് ജീവിതം? തോണിയിൽ അലയുന്ന മുക്കുവൻ കടലിനെ കാണുന്നു. കടലിനെ കാണണമെങ്കിൽ കരയിൽ നിന്ന് കണ്ണുകൾ നോക്കണം. വല്ലപ്പോഴും
ഇന്ന് 12 മണിക്ക് എൻ്റെ ഏകാന്തത അവസാനിക്കും. എന്നാൽ ആകാശത്തിൻ്റെ വിശാലതയ്ക്ക് കീഴിൽ നിറയുന്ന സൂര്യൻ്റെ വെളിച്ചം കാണുന്നതിന് മുൻപ് അല്പം ചില വാക്കുകൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ജീവിതത്തെയും ആരോഗ്യത്തെയും സ്വാതന്ത്ര്യത്തെയും വെറുക്കുന്നു. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ലോകത്തിലെ നല്ലതെന്ന് വാഴ്ത്തപ്പെട്ട സർവ്വതിനെയും ഞാൻ വെറുക്കുന്നു. 15 വർഷങ്ങൾ ലക്ഷ്യബോധത്തോടെ ഞാൻ ഈ ലോകത്തെക്കുറിച്ച് പഠിച്ചു. ഇത്രയും നാൾ ഞാൻ ഭൂമിയെയോ അതിലെ മനുഷ്യരെയോ കണ്ടിരുന്നില്ല. നിങ്ങൾ ജീവിതത്തിൽ മഹത്തരമായി കാണുന്ന എല്ലാത്തിനെയും ഞാൻ വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഞാൻ പറുദീസയ്ക്ക് സമാനമായി കരുതിയ 8 കോടി ഞാനിതാ പരിത്യജിക്കുന്നു. പക്ഷേ നമ്മുടെ ഉടമ്പടി ലംഘിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നാം ഉറപ്പിച്ച സമയത്തിന് മിനിറ്റുകൾ മുമ്പ് ഞാനിവിടെ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ നിന്ന് ജീവിതം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എനിക്ക് തന്ന ജീവിതത്തിന്, പ്രിയ സുഹൃത്തിന് നന്ദി.